ഹലോ അസ്സലാമു അലൈക്കും. ഒരു പൊന്നു മോൻ്റെ വേർപാടിൽ കണ്ണു നിറഞ്ഞുകൊണ്ടുള്ള ഉമ്മയുടെ വാക്കുകളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ റമദാനിലാണ് എൻ്റെ മോൻക്ക് പനിച്ചത്. അതിൻ്റെ കൂടെ ചുമയും ഉണ്ടായി. ഉമ്മ അവനോട് കുറേ പറഞ്ഞു, നീ ഇന്ന് നോമ്പ് നോൽക്കണ്ട മോനെ എന്ന്. യാത്രക്കാർക്കും പ്രായമുള്ളവർക്കും അസുഖമുള്ളവർക്കു പോലും നോമ്പ് നോൽക്കണം, അതിൽ ഇളവുണ്ടെന്ന് അവനോട് പറഞ്ഞു. ഉമ്മ അവനോട് കുറേ പറഞ്ഞു നോക്കി. അപ്പോൾ പനി വന്നാൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഞാൻ നോമ്പ് ഒഴിവാക്കില്ല ഉമ്മ എന്നായിരുന്നു അവൻ്റെ മറുപടി. എന്നാൽ അവന് വാശി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ അത്താഴം കഴിക്കാൻ വിളിച്ചില്ലായിരുന്നു. അത് കാരണം രാവിലെ അവൻ്റെ ഉമ്മയോട് വല്ലാതെ ദേഷ്യപ്പെടുകയുണ്ടായി അവൻ. ഞാൻ ഒഴിവാക്കിയ നോമ്പുകൾ ഞാൻ നോറ്റുവീട്ടും എന്ന് ഉമ്മയോട് അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ തിരക്കുകൾക്കിടയിൽ ആ നോമ്പുകൾ ബാക്കി വെച്ചാണ് അവൻ നാഥൻ്റെ വിളിക്കുത്തരം നൽകിയത്. അവൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഈ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അവൻ യാത്രയായത്. എല്ലാ നോമ്പുകാലത്തും ഒരു വട്ടമോ അതിൽ കൂടുതലോ ഖുർആൻ പൂർത്തിയാക്കാറുണ്ട് അവൻ. അത്താഴത്തിന് എണീറ്റാൽ അവൻ്റെ ഉമ്മയോട് അവൻക്കൊരു ചോദ്യമായിരുന്നു. ചോറില്ലാതെ വേറൊന്നുമില്ലേ എന്നായിരുന്നു ആ പൊന്നുമോൻ ചോദിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസത്തിലെ പത്തിരിയോ ചായയോ ഉണ്ടെങ്കിൽ ആ മോൻ്റെ സന്തോഷം അവൻ ഒരുപാട് പ്രകടിപ്പിക്കുമായിരുന്നു. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് എന്നെ സഹായിക്കാൻ അവൻ മുന്നിലുണ്ടാവാറുണ്ടെന്ന് ആ ഉമ്മ വിതുമ്പിക്കൊണ്ട് പറയുകയുണ്ടായി. ജ്യൂസ് അടിക്കുന്നതും ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതും അവരായിരുന്നു. അതുപോലെ തന്നെ വല്യുമ്മാൻ്റെ പുന്നാര പേരക്കുട്ടിയായിരുന്നു അവൻ. തറവാട്ടിൽ പോയി അനിയത്തിമാരോടൊപ്പം കളിക്കുകയുമായിരുന്നു. അതുകഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ അവനക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. അവൻ്റെ ഓഹരി അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന ഒരു പൊന്നുമോനായിരുന്നു അവൻ. ഇപ്പോൾ അവൻ്റെ വേർപാട് താങ്ങാനാവാതെ ആ ഉമ്മയുടെ വാക്കുകളാണ് ഏറെ സങ്കടക്കടലാക്കിയിരിക്കുന്നത്.